Yes, good afternoon. Okay. Good afternoon. Yes. Yes, Sanju. Good afternoon. Good afternoon, sir. Okay. Good afternoon, sir. First class വെള്ളം. Yes, good afternoon. Okay. Anjala. Okay. നമുക്ക് ആരംഭിക്കാം. Yes. നമുക്ക് ആരംഭിക്കാം. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്താണ്? സിമ്പിൾ പ്രസന്റ് ആയിട്ട് ഒരു വാചകം കണ്ടിന്യൂസ് അല്ലായിരുന്നു സാർ പറഞ്ഞു. സോറി. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ പ്രസന്റ് കണ്ടിന്യൂസ്. സോറി, പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്ട് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ing. അതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ നിങ്ങൾ എഴുതി തോന്നുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആയ ഒരു വാചക കാര്യങ്ങൾ പറഞ്ഞ് സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing വരുന്നൊരു വാചകം. They are playing. Okay, they are praying. ശരിയാണ്. They are praying. വേറെ? It is He is raining. dancing. Yes, Bindu Raji. It's raining. It is raining. She is calling. Anwar Sadiq. Okay. He is studying. He is studying. Anju Nelson. Okay. He is studying. ശരിയാണ്. Yes. Okay. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആയ വാചകമാണ്. സബ്ജക്ട് പ്ലസ് he is drinking. ഷഫീന. ഓക്കെ റെഡിയാണ്. he is drinking. ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകം നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ആയിട്ടുള്ള വാചകം പറയുമ്പോൾ നോട്ട് കൂടി ചേർക്കണം. ഓക്കെ, മുബീന റെഡിയായി. ഷീ ഈസ് നോട്ട് റീഡിങ്. ഇനി മറ്റു വാചകങ്ങളും they are not playing, they are not coming, he is not coming. Okay, he is not coming. He is watching the movie. Negative ആണെങ്കിൽ നോട്ട് കൂടി ചേർക്കുക. Okay, he is not sleeping. ഷഫീന. Okay. Yes. Okay. We are not dancing. Anju Nelson. ശരിയാണ്. Yes. അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. He is not going. Okay. He is not studying. Study എന്നുള്ള സിഗ അവിടെ ing കൂടി ചേർന്നു കേട്ടോ. Studying. Okay. അപ്പൊ നമ്മളത് പറഞ്ഞ് നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഇതുകൂടി ചേർക്കണം, ഒരു നോട്ട് കൂടി ചേർക്കണം. അപ്പൊ ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് അതിന്റെ ഇന്ററോഗേറ്റീവ് മോഡൽ, ക്വസ്റ്റ്യൻ മോഡൽ. അത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചോദ്യമായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞു. Is it raining? Is it raining? Are you sleeping? Are you ready? ing ഒന്നില്ല. Is he reading? Okay. Is he studying? ശിഖ. ശരിയാണ്. Yes.
ഓക്കെ റെഡിയാണ്. അപ്പൊ അത് നമുക്ക് ചോദ്യമായിട്ട് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമുക്ക് പുതിയൊരു ടെൻസിനെ കുറിച്ച് പറയാം. ആ പുതിയ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ ആദ്യം പറയണം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണെന്നുള്ള കാര്യം. പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ളത് കണ്ടിന്യൂസ്, പ്രസന്റിലി കണ്ടിന്യൂ അതായിട്ടുള്ള സംഭവമാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഈ അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്ന സംഭവമല്ല, നേരത്തെ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം, നേരത്തെ കഴിഞ്ഞ സംഭവമാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ പോലെ കല്യാണത്തിന് കഴിഞ്ഞ സംഭവം നേരത്തെ നടന്നുകൊണ്ടിരുന്നതായ സംഭവം. ഇതിന് എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുന്നു, കൂട്ടുകാരിയെ കാണാൻ ചെല്ലുന്നു, അപ്പോൾ മനസ്സിലായി അവൾ ഉറങ്ങുകയാകുക. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. യെസ് അല്ല, അപ്പോൾ നിങ്ങൾ ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? അയാളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റില് കണ്ടിന്യൂ ചെയ്യും. ആ സംഭവം നിങ്ങൾ പിറ്റേ ദിവസമാണ് പറയുന്നത്. ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നത് മുൻപ് പാസ്റ്റില് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ, സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഐ, അത് കഴിഞ്ഞതിന് ശേഷം മീസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അതിന്റെ കൂടെ എൻജി. ഇതിപ്പോ നമ്മൾ പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ, WAS വാസ്, or were, WERE were, was or were, was or were, was അല്ലെങ്കിൽ were. ഓക്കെ, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞാല് വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും മീനിങ്. ഈസ് എന്ന് പറഞ്ഞാലും ആം എന്ന് പറഞ്ഞാലും ആർന്ന് പറഞ്ഞാൽ മീൻസ് ആകുന്നു എന്നുള്ളതാണ്. വാസ് ഓർ വേർ എന്ന് പറയുമ്പോഴും വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു, റൈറ്റ്, ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേറെ പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പറയുന്നു, വെർബിന്റെ കൂടെ റൈറ്റ് പറയുന്നു. അതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നോക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സബ്ജക്റ്റ് നമ്മൾ പറയുന്നത് ഐ, അതിന്റെ കൂടെ വാസ് വരും, വേറെ വരും, വാസ് വരും. ഐ വാസ് റീഡ്, ഇതിന്റെ കൂടെ IG. അപ്പൊ ഐ വാസ് റീഡിങ് എ ബുക്ക്. ഐ വാസ് റീഡിങ് എ ബുക്ക്. ഇനി ഹി ആണെങ്കിലും വാസ് വരും. ഹി വാസ് ജമ്പിങ്. ഓക്കെ, ഹി വാസ് ജമ്പിങ്. ഷീ വാസ് കുക്കിംഗ് ഫുഡ്. ഷീ വാസ് കുക്കിംഗ് ഫുഡ്. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പിന്നെ IG. ഇനി യു വർ കൺസിഡറിങ് മീ. യു വർ കൺസിഡറിങ് മീ. യു വാസ് അല്ലെങ്കിൽ വേറെ, കൺസിഡർ എന്നുള്ളതിന്റെ കൂടെ IG. ഇനി വി വർ സീയിങ് എ മൂവി. വി കഴിഞ്ഞു, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് IG. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ഉപയോഗിക്കുക? വെർബിന്റെ കൂടെ IG ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നിങ്ങളൊരു വാചകം പറഞ്ഞു പാസ്റ്റ് കണ്ടിന്യൂസിൽ. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് IG. They were running.
പറയാൻ പറ്റിയില്ലെങ്കിൽ എഴുതുക. Yes. They were running. They were running. Correct ആണ്. She was studying and was ശരിയാണ്. Yes. They are ആണ്. ശിവ അത് പ്രസന്റ് കണ്ടിന്യൂസ്. Was or were കേട്ടോ. നമ്മൾ പ്രസന്റ് ചെയ്ത് പോകുന്നു. Past കണ്ടിന്യൂസ് പുതിയത്. We were eating. Okay, Chinu. She was talking. Okay. She was singing. And Mary. Okay. She was watching movie. They were running and children. Okay. Okay. I was meeting her. We were watching class. Okay. Actually. Yes. Yes. They were dancing. They were dancing in China. They were playing China. I was writing the letter. Okay. Yes. Okay. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലായി സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, അതിന്റെ കൂടെ നമ്മൾ ഏജ് എഴുതുന്നു. അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ, ഐ കഴിഞ്ഞാല് വാസ് അല്ലേ വല്ലേ? അഞ്ജന. ഓക്കെ, ഐ കഴിഞ്ഞാല് വാസ് എന്ന് വരിക. യെസ്, ഐ വാസ് റീഡിങ്. ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്ന വാചകങ്ങളുണ്ടല്ലോ, പറയാമോ ആർക്കെങ്കിലും? ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്നത് എവിടെയെങ്കിലൊക്കെ നിന്ന് വായിച്ചിട്ട് കാണുമല്ലോ. ഐ കഴിഞ്ഞിട്ട് വാസന വരിക, എന്നിട്ട് വേറെ വരുന്നത്. Yes, anybody? ആർക്കെങ്കിലും പറയാമോ? അല്ലെങ്കിൽ ഐ കഴിഞ്ഞിട്ട് വേറെ വരില്ലേ? What do you think? Anybody can say. I need to wear a വാചകങ്ങൾ അഞ്ചലിന് കൺഫ്യൂഷൻ ആയ. യെസ്, എന്നിട്ട് നൗദ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരാളായിരുന്നല്ലോ. യെസ്, എനിബഡി? ഐ കഴിഞ്ഞാല് വേറും വരും ചില പ്രത്യേക സന്ദർഭങ്ങൾ, അത് ഓർമ്മയുണ്ട്. എവിടോ കേട്ടിട്ടുണ്ട് ആ സെന്റൻസ്, പക്ഷെ ഓർമ്മയില്ല ഇപ്പൊ. ഓക്കെ. അപ്പൊ അത് ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വാസാണ് വരിക, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഐ കഴിഞ്ഞു കഴിഞ്ഞാലും വേറെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയൽ കണ്ടീഷൻ. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യസന്ധത. റിയൽ ആയിട്ട്. അൺറിയൽ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത്, അൺറിയൽ കണ്ടീഷൻ പറയുന്ന സമയത്ത് ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് ഉപയോഗിക്കുന്നത്, വേറെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവം? ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കും? ഒരിക്കലും നടക്കില്ല. അപ്പോ എങ്കിലും വെറുതെ ഇങ്ങനെ പറയും. അപ്പൊ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഇഫ് ഐ വാസ് എ ബേർഡ് എന്ന് പറയരുത്, എന്ത് പറയണം? ഇഫ് ഐ വർ എ ബേർഡ്. അപ്പോ ആരെങ്കിലും ഐ കഴിഞ്ഞിട്ട് വാസിന് പകരം വേറെ ഉപയോഗിച്ചിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, അത് അയാളെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഐ വർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. നിങ്ങൾ ജനിച്ചു, ഞാനും ജനിച്ചു. എനിക്കൊരിക്കലും നിങ്ങളുടെ സ്ഥാനത്തും പറ്റില്ല, നിങ്ങൾക്ക് ഒരിക്കലും എന്റെ സ്ഥാനത്തും വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും ഇഫ് ഐ വർ. ഓക്കെ. ബിന്ദു രാജീവ്, യെസ്, ആസിഫ്. ഓക്കെ. എന്ന് നമുക്ക് പറയാം, ഇഫ് ഐ വർ ഇൻ യുവർ പ്ലേസ്.
Asking for astro. ശരിയാണ്. If I were in your place, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയുമ്പോൾ if I was അല്ല, if I were in your place, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. അങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്ത അൺറിയൽ ആയിട്ടുള്ള ഐ കഴിഞ്ഞിട്ട് വേറെ വരാൻ പറ്റുന്ന ഓരോ വാചകം നിങ്ങൾക്ക് പറഞ്ഞു നോക്കി. അതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. അതിന്റെ കൂടെ വാസന വരുള്ളൂ. പക്ഷെ അൺറിയൽ കണ്ടീഷൻ വരുമ്പോ അതിന്റെ കൂടെ വേറെ വരും. യെസ്, if I were ഇത് പറഞ്ഞിട്ട് if I were a flower, if I were a robot, okay. If I were a dog and Mary, okay. If I were a boy, okay. If I were a doll, okay. If I were a computer, if I were an alien. Yes, yes, okay. Yes. Okay. അപ്പൊ അത് മനസ്സിലായിട്ടാണ് വിശ്വസിക്കുന്നു. ഐ കഴിഞ്ഞ വാസന വരുള്ളൂ. പക്ഷെ ചില അൺറിയൽ കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ അൺറിയൽ കണ്ടീഷൻ ആണെങ്കിൽ ഐ കഴിഞ്ഞാൽ വാസിന്റെ തന്നെ വാസം കൂടാതെ വേറെ കൂടിയായിട്ട് കൂടെ വരുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ വീണ്ടും നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോ ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസലിങ്ങനെ വേറെ പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അതിന്റെ കൂടെ നമ്മൾ ഈച്ച് അത് ചേർത്ത് കഴിയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ആ പാസ്റ്റ് കണ്ടിന്യൂസ് ആയ വാചകത്തിന്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഒരു നോട്ട് എന്ന് കൂടി ചേർക്കണം. നേരത്തെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിലെ നോട്ട് ചേർത്തതുപോലെ ഇവിടെയും ഒരു നോട്ട് ചേർക്കണം. എവിടെയാണ് നോട്ട് ചേർക്കേണ്ടത്? വാസ് കഴിഞ്ഞിട്ടോ വേറെ കഴിഞ്ഞിട്ടോ ഒരു നോട്ട് കൂടി ചേർക്കാം. നോക്കിയപ്പോൾ എന്ത് വരും? I was not reading the book. I was reading എന്നുള്ളതിന് പകരം I was not reading the book. Yes. ഇനി നിങ്ങൾ ഉറങ്ങുകയായിരുന്നില്ല. You were not sleeping. ഞാൻ അന്വേഷിക്കുകയായിരുന്നില്ല. I was not searching. അവൾ വിളിക്കുകയായിരുന്നില്ല. She was not calling. Yes. അപ്പോ അത് നെഗറ്റീവ് മോഡൽ സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർത്താൽ അത് എന്തായിട്ട് മാറി? നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറി. ഓക്കെ. നിങ്ങൾ അതുപോലെ നെഗറ്റീവ് ആയിട്ട് ഓരോ വാചകങ്ങൾ പറഞ്ഞ പാസ്റ്റ് കണ്ടിന്യൂസിലെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ. I was not having dinner. Okay, Binduraji, very good. You were not doing work. Okay. You were not doing work. She was not getting ready. Anju, okay. She was not getting ready. Yes. Okay. I was not cooking today. They were not listening. Shiga. They were not going. Okay. Jamshida.
I was not hearing. Naushida. Okay. I was not going today. I was not going today. I was not reading books. And Mary, Syriana. Yes. I was not reading books. Syrian. They were not playing cricket. Anju Nelson. Syriana. Correct. They were not playing cricket. She was not dancing. Shafina. Correct. She was not dancing. They were not gathering. They were not gathering. Okay, okay. Syriana. Correct. Anjana. They were not gathering. Yes. Ini. I was not working today. Ashwini. Okay. I was not working today. Yes. Subject plus was verb plus not plus verb plus age. Okay. I was not working today. Next. Yes. It was not. I was not reading today. Okay, okay, okay. Okay, okay, okay. I was not reading today. Okay. അപ്പൊ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന വാചകത്തെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ വാചകത്തിന്റെ കൂടെ ഒരു നോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി അത് നെഗറ്റീവ് ആയത് മനസ്സിലായി. അപ്പോ ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ഇന്ററോഗേറ്റീവ് ചോദ്യം ക്വസ്റ്റ്യൻ മോഡിലുള്ള വാചകമായിട്ട് നമുക്ക് മാറ്റണം. അപ്പൊ നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെ ചെയ്താൽ മതി. അതായത് അവൾ വരികയാകുന്നു എന്ന് പറയുമ്പോൾ വരികയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഷീ വാസ് കമ്മിങ് എന്ന് പറഞ്ഞു. അവൾ വരികയായിരുന്നു എന്നാകുമ്പോ ആ വാസ് എന്ത് ചെയ്യുക ആദ്യം പറയാം. വാസ് ഷീ കമ്മിങ്. നിങ്ങൾ പഠിക്കുകയായിരുന്നു. വേർ യു സ്റ്റഡി. അവൾ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. വാസ് ഷീ കുക്കിംഗ് ഫുഡ്. അപ്പോ ഇത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് വാസ് അല്ലെങ്കിൽ വേറെ നമ്മൾ ആദ്യം പറയുന്നു. അപ്പൊ എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. യെസ്. അപ്പൊ നമുക്ക് പറയാം നിങ്ങൾ പഠിപ്പിക്കുകയാകുന്നോ ആയിരുന്നോ. വേർ യു ടീച്ചിങ്. ഓക്കെ. ഇനി നിങ്ങൾ അതുപോലെയുള്ള വാചകം പറഞ്ഞ ചോദ്യമായിട്ടുള്ള വാചകം. Was he writing? Was he reading the novel? Okay. Was he arriving? Were you making bed? Okay. Yes. For the engineer. Yes. You. Were you coming? Okay. Shafina. Shiriana. Were you sleeping? Was she crying and Mary and Shiriana? Were you thinking? Jamshida. Okay. Was he playing cricket? Okay. Shiriana. Was he playing cricket? Yes. Actually, you know where are you? Were you attending the class? Okay. Where are you going? Oh, very good. Where are you going? Yes. Okay, actually, okay. Yes. Were you attending the class? Actually, yes. Okay, okay, okay. Yes. Were you consulting the doctor? Oh, very good. Engineers, were you consulting the doctor? Okay.
നമ്മളിപ്പോ എല്ലാ വാചകങ്ങളുടെയും ഓരോ ചെറിയ ചെറിയ പീസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് വലിയ വാചകമാക്കും. ഇപ്പോ അവൾ പഠിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ഷീ വാസ് സ്റ്റഡിയിങ്. അപ്പൊ നമ്മളത് വലിയ സെന്റൻസ് ആക്കും. ഞാൻ ചെന്നപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. അപ്പോ when I went there, she was sleeping. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയായിരുന്നു. അത് അപ്പൊ കുറച്ചുകൂടി വലുതാക്കുന്നത്. അങ്ങനെ സെന്റൻസിന്റെ ലെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ആദ്യം അതിന്റെ പോലെ പീസായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. വേർ ദേ കുക്കിംഗ് ഫോർ ലഞ്ച്. ഓക്കെ, വെരി കറക്റ്റ് ആണ്. വേർ ദേ കുക്കിംഗ് ഫോർ ലഞ്ച് ശരിയാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി യെസ്, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ പറഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസ് ആയ വാചകത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, വേറെ എഴുതുന്നു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ചേർന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് ആണ് വരുന്നത്. പക്ഷെ ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വരും ഒരു എക്സെപ്ഷണൽ കേസിലാണ് വരുന്നത്. അതൊരു അൺഗെയിൻ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വഞ്ചന ചോദ്യം വഞ്ചനയോടാണ്. ഇഫ് ഐ was the chief minister of Kerala എന്ന് പറയും. if I were the chief minister of Kerala എന്ന് പറയും. സർ ഒന്നുകൂടെ പറയൂ. if I was the chief minister of Kerala അല്ലെങ്കിൽ if I were the chief minister of Kerala. okay, ഷഫീന I were ആണ്. okay 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 if I were the chief minister of Kerala. ചോദ്യം അത് തന്നെയാണ്. എന്റെ നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് മാത്രമാണ് എന്തിനാ മുഖ്യമന്ത്രി സ്ഥാനം തന്നിരിക്കുന്നത്? ഒരൊറ്റ ദിവസം. സപ്പോസ് അത് വിചാരിക്കും, ഇഫ് യു വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഫോർ 1 day, ഒറ്റ ദിവസം, നിങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ നടപ്പിലാക്കും? യു ആർ ഗിവൺ the power only for 1 day. എല്ലാവരോടും ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലെങ്കിലും കരുതി വെക്കുക. ഇഫ് യു വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഫോർ 1 day, നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദിവസത്തേക്ക്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ ഡു? സർ 2 മിനിറ്റ് തരൂ, ഞാൻ ആ പോയിന്റ് ഒന്ന് എഴുതിയെടുത്തോട്ടെ. യെസ്, ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറയാം. യെസ്, and you are appointed as the chief minister of Kerala. ഇതൊരു പഴയ തമിഴ് സിനിമയിൽ ഇങ്ങനത്തെ ഒരു സീനുണ്ട്. അർജുനൻ എന്ന് പറയുന്ന നടൻ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രിയാക്കുന്ന ഒരു സിനിമയുണ്ട്, പഴയൊരു സിനിമ. യെസ്, അത് വേറെ ഉണ്ടോ? ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് യു ആർ ദ ഗിവൺ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കണം നാട്, എങ്ങനെയായിരിക്കണം നാട്ടിലെ കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട്. ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും. ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നാം, ചില കാര്യങ്ങളൊക്കെ തോന്നും കാണുമ്പോൾ നമുക്ക് ഒരു അപ്രീസിയേഷൻ തോന്നാം, അങ്ങനെ തോന്നാം. ആ ഫീലിങ്സിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സപ്പോസ് ദാറ്റ് യു ആർ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പൊ ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും നിങ്ങളുടെ കീഴിലാണ് വരുന്നത്. വെറും മന്ത്രിയല്ല, യു ആർ ദ ചീഫ് മിനിസ്റ്റർ. യു ഹാവ് the full control over the other ministries. മറ്റു മിനിസ്റ്റർമാരുടെ എല്ലാവരും നിങ്ങൾക്ക് അതിന്റെ കൺട്രോൾ ഉണ്ട്. അപ്പൊ ഈ സംസ്ഥാനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ ഒരു ദിവസത്തേക്ക് താങ്കളുടെ മുഖ്യമന്ത്രിയായ താങ്കൾ ഇത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി വേറെ ആരെങ്കിലും അഞ്ചിനെ കുറിച്ച് സമയം കൊടുക്കാൻ വേണ്ടി ആർക്കെങ്കിലും ആദ്യം വരാൻ താല്പര്യമുണ്ടോ? യെസ്, വോളിയൊക്കെ നോക്കി വെച്ചോട്ടോ. എല്ലാവരും പറയണേ. യു ആർ അപ്പോയിന്റഡ് ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. നിങ്ങളെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. യു ആർ അപ്പോയിന്റഡ് ഓൺലി ഫോർ 1 day. നിങ്ങളെ ഒരു ദിവസത്തേക്കാണ് നിയമിച്ചിരിക്കുന്നത്. യെസ്, ഇതൊരു സാങ്കല്പിക കഥയാണ്.
Sir, ready-ആണ്. Yes, okay, Amira. Very good, very good. Okay, I appreciate you. കാരണം പറഞ്ഞപ്പോൾ തന്നെ പറയാനായിട്ട് മനസ്സിന് കൺഗ്രാറ്റുലേഷൻ. Okay, carry on. Thank We you, will, sir. okay, we will support you. If I were the Chief Minister of India, Chief Minister of Kerala, Yeah. first of all, I like to give the pension amount for the old age people. Okay, and you will And add the pension amount. Okay. Yeah. After that, I like to give an awareness class or other types of protection to the women. Okay. Women protection will be mainly considered as if I were the Chief Minister of Kerala. Okay. As a woman, I like to give the priority to the women. Okay. And not only for women, also for womenist. I mean, womenist includes men and women also. Gender equality is considering there. So gender equality is also a priority for me. Oh, very good. And after that, I like to make respect to the religious sectors. Religion. I like to make a religion respect. All religion have to be one. Okay. Religious equality is also needed for our Kerala. Okay. And after that, I will remove caste system or other caste consideration from the education system. Oh, very good. Okay. You will Because remove. this, as a person, I like to say that one caste is not included for an educated person. Okay. Excellence and brilliance is important for an educated student. So Okay. caste system will be avoided from the education system. Okay. Okay, and at last, if any time is required there, I will make improvement in the agricultural sector too. Because we know that health sector is already going in an unhealthy lifestyle is happening in our Kerala. Kerala is Okay. considered as the best cancer center. Cancer centers are improving here. So I like to avoid cancer center from this Kerala. So I like to make agriculture sector improved. We don't want to import any vegetables or other agricultural materials from other sectors, other states. Okay. We want because they are making chemical and other substances in that vegetables and other food. So I like to improve agriculture sector too. So we have in our Kerala, we want to cultivate every vegetables and fruits which we have wanted. It will Okay. make more healthy life and more healthy people. Okay. So this I will do as I were the Chief Minister of Kerala. Okay. Thank Very you. good. Okay. Very good. അങ്ങനെ പറഞ്ഞതിനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ വേറൊരു അപ്രീസിയേഷൻ പറയുന്നത് നിങ്ങളോട് കുറച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാൽ എനിക്ക് തോന്നി. കാരണം ഇതിനെ കുറിച്ച് ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുന്ന അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത് എനിക്കൊരു അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. Thank you, sir. നമ്മുടെ ഉള്ളിലുള്ള ആ എക്സ്പ്രഷനാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. വെരി ഗുഡ്. യെസ്, ക്വിസ് നെക്സ്റ്റ്. ഈ 5-ലേക്ക് ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ചാൻസ് എടുപ്പുണ്ട്. നല്ല രീതിയിൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നു, ജയിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റായി കഴിഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ നല്ല പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ചപ്പോ അവിടെ ഒരു നിയമസഭ സ്ഥാനാർത്ഥിയുടെ ആവശ്യം വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചപ്പോ അന്ന് പിന്നെ അവരെ തന്നെ നിയമസഭ കാൻഡിഡേറ്റ് ആക്കാന്ന് വിചാരിച്ചു. നിയമസഭ കാൻഡിഡേറ്റ് ആയി, ജയിച്ചു, MLA ആയി. അടുത്ത പ്രാവശ്യം ജയിച്ചു, വീണ്ടും MLA ആയി. മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രിയായി.
സംഭവിച്ചു കൂടാതിരിക്കുന്നില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഈ 5 വേർ ഈ 5 വാസ് തന്നെ പറയാം. ഓക്കെ, ക്വിസ് നെക്സ്റ്റ്. അടുത്ത തരണം. യെസ്, ചിന്നു ജോർജ്, ആർ യു റെഡി? നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോ. ഇല്ല, ആലോചിച്ചോണ്ടിരിക്കുക. നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ആലോചിച്ചോണ്ട്. ഓക്കെ, ആലോചിച്ചോളൂ. യെസ്, ഇനി വേറെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചാടി വരുന്ന കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓടി വരുന്ന കുറച്ച് പേരുണ്ടായിരുന്നില്ല. യെസ്, ബിന്ദു രാജീവ്, അറിയോക്കെ? No, sir. യെസ്, No, sir. എനിക്കൊരു ഐഡിയ കിട്ടുന്നു. ഒന്നാമത്തെ എന്തോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാൻ വേണമെങ്കിൽ കുറച്ച് സജഷൻസ് പറയാം. ഓക്കെ. ഓക്കെ, ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിയായി, ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം എന്താ? ഇത് ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ അത് ഇന്ന രീതിയിൽ നടത്താനായിട്ട് തീരുമാനിക്കും. നേരത്തെ അങ്ങനെ പറഞ്ഞില്ലേ, ഞാനിവിടെ കേരളം പോലെ ക്യാൻസർ സെന്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഒരു 10 പേര് കൂടി നിന്ന് സംസാരിച്ചു കഴിഞ്ഞാലും അതിലൊരാളെ കുറിച്ചാണ് ഒരു ക്യാൻസർ രോഗിയായിരിക്കും. അപ്പോ ആ ഒരു അവസ്ഥയിലോട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഉത്തരവ് നടപ്പിലാക്കും. യെസ്, അപ്പോ അത് അങ്ങനെ പറഞ്ഞു. അതുപോലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പിന്നെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല, അത് എക്സലൻസ് ആണ്, കഴിവാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായിരിക്കും ഞാൻ നടപ്പിലാക്കാന്ന് പറഞ്ഞു. ഇതേപോലെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റും പലപ്പോഴും ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയൊന്നുമല്ല വേണ്ടത് എന്ന് ഇപ്പോഴെല്ലാം എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, ആ കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കും. യെസ്, ആ ട്രാക്കിലും ചിന്തിക്കും, ആലോചിക്കും. ഷഫീന, ആർ യു റെഡി? You are not ready. Yes. Anashira? Sir, may I? Oh, ഞാൻ ഈ പേര് മറന്നെടുക്കുകയായിരുന്നു. ഞാനിത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ഞാൻ നൗദ എന്ന് പറഞ്ഞപ്പോൾ അത് അപ്പുറത്തെ അടുത്ത ക്ലാസ്സിലുണ്ട്. പക്ഷെ അത് ഈ പേര് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നൗഷിത, you are welcome. Okay, start. If I were the Chief Minister of Kerala for one day, first of all, I will. My aim was to make a green Kerala. Green Kerala. It would promote that there is no plastic in the Kerala all over the state. Okay. It will promote the health of the people, and it will promote the environment friendly surroundings to the children. Okay. And I would also strengthen the education and healthcare systems. Okay. And improve quality education to the rural area. Okay. Especially for poor people. Okay. Then I would arrange social welfare programs to implement women's empowerment, social injustice. Okay. And I would enhance disaster management programs, especially in flood control area, landslides, and how to overcome if a flood came. Okay. Then I would preserve social culture and heritage of Kerala without any caste discriminations. Oh, yes. That's all, sir. Oh, very good. I expected more from you. Okay. Okay, very good. Now, women empowerment, disaster management,
there is the caste system. Okay, everything. Okay, Naushida, you are also ചിന്തിക്കുന്ന very good. Yes, who is next? Adler. Yes, who is next? Chinnu, ready ayo? ട്രൈ ചെയ്യാം സാർ. Yeah. Yes, okay, you try. We will support you. Okay. If I were the position of Yes. If I were the position of Chief Minister in Kerala, first of all, I implement new policies for protect the welfare of the Kerala in welfare of the society. Then I will try to implement some programs to reduce corruption and violence. Oh, very good. Then I give more opportunities to unemployment persons, people. Okay. Then I provide financial assistance to and then Financial assistance. in the For me. elders. Okay. I bring പറയാം ആലോചിച്ചിട്ട്. No problem. എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഇങ്ങനെ പ്രൈസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും, സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. Reducing the price of necessary items. Okay. നല്ല പോയിന്റുകളാണ്. വെരി ഗുഡ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി കൂടുതലായിട്ട് പറഞ്ഞു. ആദ്യമായിട്ട് കറപ്ഷൻ ആൻഡ് വയലൻസ്. ഞാൻ അത് പ്രതീക്ഷിച്ചാൽ ആദ്യം പറഞ്ഞത് അഴിമതിയെ കുറിച്ച്, വയലൻസ് അക്രമത്തെ കുറിച്ച് അതിനുള്ള സ്വീകരിക്കുന്ന ടെൻഷൻ ആയതുകൊണ്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല പെട്ടെന്ന് വിളിക്കുമ്പോൾ. You also told that give employment to the unemployment. And you also ready to provide the financial assistance to the poor people. Okay. You deal well. Okay. And you will do everything for the welfare of the Kerala. കേരളത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു. കുറച്ച് നല്ല വാക്കുകൾ ഉണ്ടായിരിക്കും, കുറച്ച് നല്ല പുതിയ തോന്നുണ്ടായിരിക്കും. യെസ്, അടുത്ത ആളാണ്. യെസ്, who is next? Who is next? ആരെങ്കിലും വന്നേ. Anju Nielsen, are you ready? No, sir. A 2 minute order. Okay.
and engineers is getting ready. Okay. Yes. അപ്പൊ നിങ്ങള് റെഡി ആവുക. പിന്നെ നമുക്ക് വേറെ കാര്യം കൂടി പറയുന്നതിന്റെ കൂട്ടത്തില് ഇനി നമ്മൾ കാണുന്നത് ആഫ്റ്റർ ഓണമാണ്. ഓണത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ കിടക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹനിർഭരമായ ഓണാശംസകൾ നേരുകയാണ്. നല്ലൊരു ഓണമായിരിക്കും 2024 ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ 18 പേരുള്ളൂ. ഈ 18 പേര് ഓണവുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടാനൊക്കെ ആവുന്നവരാണ്. ഒരു പാട്ടത്തിന് 4 വരിയോ മതിയിട്ടു. ഓക്കെ. ഷഫീന 2 വരിയോ 4 വരിയോ ഓണവുമായി ബന്ധപ്പെട്ട്? യെസ്. ഓണാഘോഷത്തിന്റെ ഭാഗം 2 വരി, 1 വരി. ഷഫീന പാടും ആദ്യം. ഓക്കെ, 2 വരി പാടും. യെസ്. ഇനിയിപ്പോ അതിന് ഞാൻ 5 എണ്ണത്തിന് വിളിക്കേണ്ടി വരും ആദ്യം. അഞ്ജന, ഒരു ഓണം വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാട്ടിന് 2 വരി പാടാം. യെസ്, പഠിക്കൂ. അത് കഴിയുമ്പോൾ അടുത്താണ് റെഡിയാവണം കേട്ടോ. ഓക്കെ, 2 വരി. 2 വരി കൂട്ടറിയാമെങ്കിൽ പഠിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ 2 വരി എങ്കിലും എന്നാണ് പറഞ്ഞത്. നോക്കി വെച്ചോളൂ. ഓണത്തിനെ പറ്റി വേണോ വേറെ വേണോ? ഓണം എന്തെങ്കിലും കുഴപ്പമില്ല. ഓണപ്പാട്ടിൻ താളം തൊണ്ടും ഓക്കെ, വെരി ഗുഡ്. നിമിഷിത, അത് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സൗണ്ട് വരുന്നുണ്ടാകുന്ന സംശയം. യെസ്, ഓക്കെ. ഇനി അടുത്തത് നംഷിത, ആർ യു റെഡി? 2 വരി. സൗണ്ട് ശരിയല്ല സർ, ജലദോഷം. അതൊന്നും കുഴപ്പമില്ലതേ. ഇതിപ്പോ നമ്മൾ മത്സരത്തിലൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് തകർക്കാം. ഓക്കെ, യെസ്, സ്റ്റാർട്ട്. രണ്ട് വരിയല്ലേ ഉള്ളൂ. ഓക്കെ, യെസ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. വെരി ഗുഡ്. നോക്കി, അഭിനന്ദനത്തിന്റെ പ്രവാഹങ്ങളാണ്. യെസ്, ഓക്കെ. അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നി പാടാൻ അറിയാവുന്ന ആള് തന്നെയാണ് എന്ന് എനിക്ക് തോന്നി. ഓക്കെ. മൈ കാൽക്കുലേഷൻ വാസ് റൈറ്റ്. ഓക്കെ, ചിന്നു ജോസ്, പാട്ട് വേണം ചുണ്ടിൽ വന്ന് നിൽപ്പുണ്ടല്ലോ. ഞാൻ ചുമ്മാ നോക്കാം. അത് മതി. ഓക്കെ. യെസ്, ഓക്കെ, ക്യാരി ഓൺ. തിരുവാതിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടില് മലരാള പാട്ട്. തിരുവാതിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരാള പാട്ട്. മാവിൻ കൊമ്പിൽ ഒരു പൂവായി മാവിൻ തമ്പ്രാന്റെ
വരമായി ഞാൻ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മതി. ഓക്കെ, ഇത്രയും കയ്യിലുണ്ടായിട്ടാണ് 2 ദിവസം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഷബീന അങ്ങനെ പാടി കൊടുക്കുക. പിള്ളേര് പറയുമ്പോൾ പാടി കൊടുക്കാനായിട്ട്. ഞാൻ പാട്ടൊന്നും പാടൂല സാറേ, അതെ, എന്നാലും ഒരു പാട്ട് പാടി. യെസ്, ഓക്കെ 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 ഓക്കെ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പാടുന്നു. ഓക്കെ. എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ. അത് വെരി ഗുഡ്, വെരി ഗുഡ്. പിള്ളേര് വരെ പറയുന്നു, മക്കള് വരെ പറയുന്നു പാടി കൊടുക്കാൻ. അപ്പൊ അവർക്കറിയാം. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ബിന്ദു. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമേ ഇടിമരത്തണലോരം, കളിയാടാമേ ഇടിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ഞങ്ങള് ഇനിയും വരുമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിരുന്നത്. ആ ബാക്കി കൂടി എനിക്ക് അറിയാം, പക്ഷെ ഈ വക ഐറ്റംസ് ഒക്കെ ഇല്ല ഷബീന, പാട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ബിന്ദുരാജി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത ആളാണ്. 2 പേര് പാടിയാൽ മതി. നമ്മളിതൊരു ലൈവാക്കി, അത്രേ ഉള്ളൂ. 2 പേര്, 2 പാട്ടിന് മുഴുവൻ വേണമെന്നൊന്നുമില്ല. നമ്മളെ ഓണമല്ലോ, ഓണമായിട്ട് ഇപ്പൊ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ സന്തോഷമായിട്ട് കുറച്ച് ദിവസത്തേക്ക് 5 ദിവസം. ഓക്കെ, പറഞ്ഞോളൂ. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി, മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, സൂപ്പർ സൂപ്പർ, വേറെ ലെവലാണുള്ളത്. ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ ആണ്. ഓക്കെ 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 ഓക്കെ. ഇനി ആരാണ്? യെസ്, 2 പേര് ഓണവുമായി, ഓണമിന്റെ അടുത്തെത്തി വന്ന് നിൽക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ നമ്മൾ കാണും. യെസ്, അപ്പൊ അതുകൊണ്ട് ബഷീർ ഉണ്ടല്ലോ, ബഷീർ പാടുവോ? ഓക്കെ 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 ഓക്കെ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ശിഖ, ആർ യു റെഡി? പാടാ സാർ.
പിന്നെ എന്തെങ്കിലും ഞാൻ പാടിക്കോളെന്നു പറഞ്ഞൂടെ? ഓക്കെ, വെരി ഗുഡ്. തകർന്നു. യെസ്, സർ 4 പേര് പോരെ? മതി. ഓക്കെ സർ. ഒരു രാഗമേഘം താ പൂമാനമേ, ഒരു രാഗമേഘം താ കനവായി കനമായി ഉയരാ ഒഴുകാനഴകലിയും പൂമാനമേ, ഒരു രാഗമേഘം താ. യെസ്, വെരി ഓക്കെ ഗുഡ്, സർ, കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണ്. ഓക്കെ 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 ഓക്കെ. ബഷീറെ ഓക്കെ, മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. യെസ്. ഹു ഈസ് നെക്സ്റ്റ്? ഒരാൾക്ക് കൂടി ചാൻസ് ഉള്ളുണ്ട്. യെസ്, ക്ലൈമാക്സ്. യെസ്, ഒരു അനശ്വര. യെസ്, ഹു ഈസ് ലാസ്റ്റ്? ഒരാൾക്ക് കൂടി ചാൻസ്. റിമൈനിങ് ലാസ്റ്റ്. ഓണത്തിന് മുമ്പ് അവസാനമായി. എവിടെ? ആർക്കും ഇവിടെ അയക്കുന്നില്ലല്ലോ. യെസ്, ഇനി ആരാണ്? ഒരാളും കൂടി. അത് തന്നെ, അഞ്ചര വേണ്ട, ആരെങ്കിലും ഒരാള്. ലാസ്റ്റ് ലാസ്റ്റ്. ഇനി ആരുമില്ല. അശ്വതി. ആരുമില്ല. ഓക്കെ 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 ഓക്കെ. ഒക്കെ അങ്ങനെ പഠനം ചെയ്യാനൊക്കെ നേരത്തെ വിട്ടുപോയെന്ന് പറയല്ലേ? ശരി, ഓക്കെ. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദ്യമായ ഓണാശംസ നേർന്നുകൊണ്ട് വീണ്ടും നമ്മൾ ഓണത്തിന് ശേഷം കാണുന്നു. സോ till then, bye. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം.